ഈ വീഡിയോ ഞാൻ ഇതിലെ ചെറിയൊരു ഭാഗം നേരത്തെയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം. കാരണം രാജീവിൻ്റെ, അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏഷ്യാനെറ്റിനും ദാവീദിൻ്റെ മീഡിയ വണ്ണിനും മുഖ്യമന്ത്രി സതീശൻ തന്നെ ആകണം, അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിവർക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മറുനാടൻ ഷാജനുമൊക്കെ തന്നെ ഏറ്റവും ആദ്യം വി ഡി സതീശനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ ആവില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കെ സി വേണുഗോപാൽ വരുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് ഒരു 45ഓളം വരുന്ന MLA-മാരുടെയെങ്കിലും പിന്തുണ കെ സി വേണുഗോപാലിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിരവധി ആളുകളുണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഏത് തരത്തിലേക്കായിരിക്കും ഈ കോംപ്രമൈസ് എത്തുക എന്നറിയില്ല. ഇന്ന് 4 മണിക്ക് ഡൽഹിയിൽ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ മാധ്യമങ്ങൾ എടുത്തിട്ടുള്ള ചില നിലപാടുകളെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സതീശൻ ഈ പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ആളുകളൊക്കെ തന്നെ, അത് PG സുരേഷ് കുമാർ മുതൽ ഈ പറയുന്ന പോലെ വേണു മുതൽ അബ്ജോദ് വർഗീസ് മുതലുള്ള നിരവധി ആളുകൾ അവരുടെ ചാനൽ തന്നെ ഒന്നടങ്കം വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പ്രത്യേകിച്ച് ഇനി ഒരു വാർത്തയായിട്ട് പറയാനില്ല. അങ്ങനെ പറയാനാണെങ്കിൽ 100 കണക്കിന് വാർത്തകളുണ്ട്. എല്ലാ വാർത്തകളിലും തന്നെ വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണുന്നത്. രണ്ടാമത്തത് നമുക്കറിയാം മീഡിയ വണ്ണാണ്. മീഡിയ വൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡിക്ക് ഒരു VS മൂവ്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VSന് വേണ്ടി ജനങ്ങളൊക്കെ തെരുവിലിറങ്ങിയതുപോലെ വി ഡിക്ക് വേണ്ടി വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് സതീശനോ KCയോ എന്നുള്ളതാണ്. പിന്നെ അവർ ഒരു പരിധി കൂടി വിട്ടിട്ട് നിഷാദ് റാവുത്തറൊക്കെ KC വേണുഗോപാലിനെ കുറിച്ച് ഈ വിജയം റാഞ്ചാൻ വേണ്ടി വരരുത് എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അതിഗംഭീരമായിട്ടുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പയിൻ നടക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റിന് അറിയാവുന്ന ഒരു കാര്യം, സംഘപരിവാർ വളരണമെങ്കിൽ ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇരുന്നാൽ കുറച്ചുകൂടി ഗുണകരമാകും എന്നവർ വിചാരിച്ചു. അത് സതീശൻ്റെ കുഴപ്പം കൊണ്ടല്ല, പകരം സതീശൻ എടുത്തിട്ടുള്ള ചില നിലപാടുകളുടെ കുഴപ്പം കൊണ്ടാണ്. കാരണം അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ SDPയുടെ പിന്തുണ നിലമ്പൂരിൽ നേടിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചില ഗുണങ്ങൾ കൂടി കാണാനുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിൽ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തിരുന്നത് MSFകാരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ MSFകാരായിട്ടുള്ള ആളുകൾ എന്തിനാണ് അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഒരുക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ട കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം ഒന്നടങ്കം തന്നെ സതീശൻ്റെ പുറകെ അണിനിർന്നിരിക്കുന്നു. അങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അധികാരത്തിലേക്ക് വന്നാൽ നാച്ചുറലി എതിർഭാഗത്ത് നിന്നുള്ള BJPയുടെ 3 MLA-മാർ ഇപ്പോൾ ഉണ്ട്. BJPക്ക് രാഷ്ട്രീയമായി കളിക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാകും എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ കൃത്യമായി ചില ആളുകൾ കൂടി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കട്ടക്കിറങ്ങി എന്നാണ് പറഞ്ഞേക്കുന്നത്, മറുനാടൻ പറഞ്ഞേക്കുന്നത് സിദ്ദിഖിനെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? നടൻ സിദ്ദിഖിനെ കുറിച്ചാണ്. 3-4 ഈ പറഞ്ഞ പോലെ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള സിദ്ദിഖ്, അതായത് ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറിയതിന് ശേഷം മീനും തൈരും കൂട്ടി ഊണ് കഴിക്കുകയും എനിക്ക് വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ള മഹാനടനായിട്ടുള്ള അതേ സിദ്ദിഖ് എന്ത് ചെയ്തിരിക്കുന്നു? ഈ പറയുന്ന വി ഡി സതീശന് വേണ്ടി കട്ടക്കിറങ്ങിയിരിക്കുന്നു എന്നാണ് മറുനാടൻ പറയുന്നത്. അത് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, കട്ടക്കിറങ്ങി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ KC വന്നിട്ടുണ്ടെങ്കിൽ കളി മാറും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ജനങ്ങൾ നോക്കിക്കോളും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത്ര വലിയ പ്രക്ഷോഭമൊക്കെ ഇവിടെ ഉണ്ടാകുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം. ഇനി അത് വി ഡി സതീശനെങ്ങാനും ആയില്ലെങ്കിൽ നമ്മൾ നാട് വിട്ട് വേറെ കൂടെങ്കിലും പോകണോ എന്നുള്ളൊരു ഭയത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ജോയ് മാത്യു എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ, അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് വി ഡി സതീശനായില്ലെങ്കിൽ ആളുകൾ നേരെ തിരികെ പിണറായിയിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ആയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഇദ്ദേഹം തിരിച്ചു പോകുമല്ലോ എന്നുള്ളത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ T പത്മനാഭൻ പറഞ്ഞേക്കുന്നത് KCക്ക് പിന്തുണയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ പിന്തുണ കൊടുത്തിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായ ഒരു കാര്യം മനസ്സിലാവും. ആ മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വളരാൻ ഏത് മുഖ്യമന്ത്രി വേണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ് ഇത്തവണ RSSും സംഘപരിവാരും ഒക്കെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ പ്ലാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഏതാനും ചില മണ്ഡലങ്ങൾ മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ, പക്ഷെ മുഴുവൻ പരിശോധിച്ചതിന് ശേഷം കടക്കുമായി വരാം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണും അതുപോലെ തന്നെ മറുനാൾ ഷാജനും അടക്കമുള്ള നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. കൂടാതെ
ഞാൻ പേരുകൾ വായിച്ച പ്രമുഖരായിട്ടുള്ള ആളുകളടക്കമുള്ള ആളുകൾ തന്നെ ഇത്തരത്തിൽ പിന്തുണ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കുറച്ചുകൂടി ഇപ്പം കെ സി വേണുഗോപാൽ വന്നാലും അവർക്ക് ഗുണകരമാണ് എന്നുള്ളത് അറിയാം. പക്ഷെ കുറച്ചുകൂടി ഗുണകരമാവുക വി ഡി സതീശൻ ആ പോസ്റ്റിലേക്ക് ഇരുന്നാലായിരിക്കും എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം ഈ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ആളുകളെ തെരുവിലിറക്കുന്ന വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടികൾ ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് പക്ഷേ ഹൈക്കമാൻഡിന് ഇത് മനസ്സിലാകാതിരിക്കും എന്നാരും വിചാരിക്കരുത്. കാരണം കേരളത്തിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ്. അദ്ദേഹം ഈ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന പോലെ കണ്ണൂരിൽ നിന്ന് അത് കഴിഞ്ഞ് ആലപ്പുഴയിലൊക്കെ വന്ന് ഗ്രൗണ്ടിൽ നിന്ന് അടിയും തടയും പഠിച്ച ആളാണ് എന്നുള്ളത് ആളുകൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ മാധ്യമ അജണ്ടകളുമൊക്കെ കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാകും എന്നുള്ളത് അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ടാകണം ഇപ്പോൾ യഥാർത്ഥത്തിൽ മറുനാടൻ ഷാജനൊക്കെ ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അപ്പോൾ അത് വലിയ ഡേഞ്ചർ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇത്തരത്തിലുള്ളൊരു സ്റ്റോറി പിന്നീട് വരാൻ സാധ്യതയുണ്ടെന്നും ഇത് സതീശന് തന്നെ വലിയ അപകടകരമായി മാറുമെന്നും ഉള്ളത് ഞാൻ പറഞ്ഞതാണ്. എന്താണെങ്കിലും ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണുമൊക്കെ ജയിക്കുമോ അതോ ഹൈക്കമാൻഡ് ജയിക്കുമോ? ഇനി ആര് ജയിച്ചാലും ഇവരുടെ പരിപാടികളൊക്കെ പദ്ധതികളൊക്കെ ഏതാണ്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ നടക്കും. പക്ഷേ വി ഡി സതീശനാണെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായി നടന്നേനെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സതീശൻ്റെ കുഴപ്പം കൊണ്ടല്ല, സതീശൻ ചെന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുടെ കൂടി കുഴപ്പം കൊണ്ടാണ്. ഇത് മനസ്സിലാക്കി ഹൈക്കമാൻഡ് പെരുമാറിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസ് ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല. ഒരു വാചകവും കൂടി പറഞ്ഞുകൊണ്ട് ഇതേ തന്ത്രം, ഈ സ്ട്രാറ്റജിക് വോട്ടിംഗ് തന്നെയാണ് BJP കൃത്യമായിട്ട് ഇപ്പോൾ ബംഗാളിലും അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലുമൊക്കെ തന്നെ നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ തന്നെ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ബംഗാളിൽ അവർ തന്നെയാണ് അധികാരം പിടിച്ചത്, പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കിയതാണ്. ഇതേപോലെ തന്നെയാണ് മമതാ ബാനർജിയെ ഒരു കാലത്ത് വെസ്റ്റ് ബംഗാളിൽ മുഖ്യമന്ത്രിയാക്കാൻ പ്രയത്നിക്കുകയും ചെയ്തത്. അന്ന് ഈ പറയുന്ന പോലെ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയെ RSS വിളിച്ചത് ദുർഗ എന്നാണ്. CPM തകർത്തെറിയുമ്പോൾ അങ്ങനെ ആദ്യം CPM തകർത്തെറിയും, പിന്നീട് എന്ത് ചെയ്യുകയും ചെയ്യും, അവരെയും ഇല്ലാതാക്കാമെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം CPM ആണെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ അഴിമതി ആരോപണങ്ങളൊന്നും ഉന്നയിക്കൽ അത്ര എളുപ്പമല്ല. അതേസമയം കോൺഗ്രസ് ഇരുന്നാൽ തങ്ങളുടെ വളർച്ച കുറച്ചുകൂടി വേഗത്തിലാകുമെന്ന് മനസ്സിലാക്കിയിരുന്നു. ആ മനസ്സിലാക്കിയിട്ടുള്ള അജണ്ടകളുടെ ഭാഗമായിട്ടാണ് ഏഷ്യാനെറ്റിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും നിലപാട്.